അന്നേരം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം ചൂരം മുളക് ഇട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കിടിലായിട്ട് റെഡിയാക്കി നമ്മുടെ ചൂരം മുളക് ഇട്ടത് നല്ല രീതിയിൽ തണുത്ത് ഉപ്പും ഏരിയൊക്കെ അവിടെ പിടിച്ച് നല്ല രീതിയിൽ സെറ്റായിട്ടിരിക്കുകയാണ്. ഇനി ഇവനെ കൂട്ടി വേണം നമുക്ക് ചോറ് അങ്ങോട്ട് കഴിക്കാൻ വേണ്ടി. അന്നേരം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റമായ ചൂരം മുളക് ഇട്ടത് എങ്ങനെയാണ് ഉണ്ടാക്കിയതെന്ന് നമുക്ക് ഇവിടെ കാണാം. എന്നാൽ നമ്മൾ അതിനുവേണ്ടി എടുത്തേക്കുന്നത് ഏകദേശം 1 കിലോയിൽ കൂടുതലുള്ള ഒരു ചൂരയാണ്. എല്ലാം കട്ട് ചെയ്ത് കിട്ടിയതാണ്. തലയാണ് കേട്ടോ, തല 2 പീസ്. ഇനി നമുക്ക് നല്ലപോലെ ഇതൊന്ന് കഴുകിയെടുക്കണം. ഇതിന്റെ ചോരമയൊക്കെ നല്ലപോലെ പോകത്തക്ക രീതിയിൽ കഴുകി റെഡിയാക്കി കൊണ്ടെടുക്കാം. നമ്മുടെ മീനെല്ലാം നല്ലപോലെ നമ്മൾ കഴുകി ഇങ്ങോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അന്നേരം നമ്മുടെ മീനിലേക്ക് ചേർക്കാനായിട്ട് ഒരു 10 ചുമന്നുള്ളി ചെറുതായി കട്ട് ചെയ്തത്, ഒരു പച്ചമുളക്, 4-5 വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചിയും, പിന്നെ 2 തണ്ട് കറിവേപ്പില. ഇതെല്ലാം പല പല രാജ്യക്കാരാണ്, പല പല രാജ്യക്കാര് കൂടി ചേർന്നുള്ളൊരു കറിയാണ്. അതായത് ചുമന്നുള്ളി ഇന്ത്യ, പച്ചമുളക് ഇന്ത്യ, വെളുത്തുള്ളി ചൈന, ഇഞ്ചി ഇന്ത്യ, കറിവേപ്പില ശ്രീലങ്ക, മീനാണ് ഒമാനുമാണ്. അങ്ങനെ പല പല രാജ്യക്കാര് കൂടി ചേർന്നുള്ളൊരു കിടിലൻ കറിയാണ്. ഇനി നമുക്ക് ചട്ടി കൊണ്ട് വെച്ച് ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ കൊണ്ട് ഒഴിച്ച് അല്പം കടുക് ഉലുവയും കൊണ്ട് പൊട്ടിച്ചതിന് ശേഷം ഇതെല്ലാം ഒന്ന് വഴത്തി അതിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും ഉപ്പും കുടംപുളിയൊക്കെ ചേർത്ത് നമ്മുടെ കിടിലിനായിട്ടുള്ള ചൂര മുളക് ഇട്ടത് അങ്ങോട്ട് റെഡിയാക്കി കൊണ്ടെടുക്കാം. അന്നേരം ചട്ടി വെച്ച് ചട്ടിയും ചൂടായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ കൊണ്ട് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് അല്പം കടുക് കൊണ്ടിട്ട് പൊട്ടിക്കണം. അതിന്റെ കൂടെ 2 നുള്ള് ഉലുവയും കൂടെ. കടുക് ഉലുവയെല്ലാം ഒന്ന് മൂത്ത് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ചേരുവകളെല്ലാം ചേർത്ത് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊണ്ട് കൊടുത്ത് ഒന്ന് വാട്ടി കൊണ്ടെടുക്കാം. നല്ലപോലെ വഴന്നു വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. അന്നേരം നമ്മുടെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടിയൈറ്റങ്ങളോട് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ മുളക് പൊടി. മല്ലിപ്പൊടി നമ്മൾ ചേർക്കുന്നില്ല, ചൂര മുളക് കറിയായിട്ട് മല്ലിപ്പൊടി ഒട്ടും തന്നെ ചേർക്കാതാണ് നമ്മൾ ഈ കറി റെഡിയാക്കുന്നത്. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് തീയൊക്കെ കുറച്ച് വെച്ചിട്ട് മുളക് പൊടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഒരു 3 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്, കാശ്മീരിയാണ്. എന്നിട്ട് നല്ലപോലെ ഇളക്കി മുളകൊന്ന് നേപ്പിച്ചെടുക്കാം. അന്നേരം മുളക് പൊടിയും ചേർത്ത് കൊടുത്ത് മുളക് പൊടിയെല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുടംപുളിയും അതിട്ട് വെച്ച് വെള്ളം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ചെറിയ 2-3 കഷ്ണം കുടംപുളി ആ വെള്ളം കൂടെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. നാടൻ കുടംപുളിയാണ്, അത് കാരണം കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നല്ല പുളിയായിരിക്കും. ഒന്ന് ഇളക്കി ഇവിടെ കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇനി ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ മീൻ വേകാനും നമ്മുടെ ഗ്രേവിക്ക് അനുസരിച്ചുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നുകൂടി ഇളക്കി അങ്ങോട്ട് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങോട്ട് തിളപ്പിച്ചെടുക്കണം. എന്നിട്ട് വേണം നമ്മുടെ ചൂര അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അടച്ചങ്ങോട്ട് വെച്ച് നല്ലപോലെ അങ്ങോട്ട് തിളപ്പിക്കാം. അന്നേരം മീനിന്റെ ഗ്രേവിയൊക്കെ നല്ലപോലെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് മീനെ കൊണ്ട് പറക്കിയിട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് തലയെ കൊണ്ടിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ചട്ടി ഒന്ന് കറക്കി കൊടുക്കാം. എല്ലാം ഒന്ന് നിരന്നൊന്ന് ലെവലാകട്ടെ. അപ്പം മീൻ കഷ്ണം എല്ലാം ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് നല്ലപോലെ കൊണ്ട് കുക്ക് ചെയ്യാം, ഒരു മീഡിയം ഫ്ലെയിമിൽ. അന്നേരം നമ്മുടെ മീനൊക്കെ വെച്ചിട്ട് ഏകദേശം 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്ന് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കാം. എല്ലാം നല്ലപോലെ തിളച്ച് വെന്ത് റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഉപ്പൊക്കെ ഒന്ന് നോക്കണം. ഉപ്പൊക്കെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറിയെല്ലാം ഒന്ന് വറ്റി റെഡിയായി വരുമ്പോൾ ഉപ്പൊക്കെ നല്ലപോലെ കഷ്ണത്തിൽ പിടിച്ച് റെഡിയാവും. ഉപ്പ് കുറവാണ്, ഉപ്പ് ഇട്ട് കൊടുക്കണം. പുളി ഇറങ്ങിയിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം.
നല്ലപോലെ ഇളക്കി അവിടെ കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്കൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ചുകൊണ്ട് വെച്ച് ഒന്നുകൂടെ വേവിച്ച് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചൂര മുളക് ഇട്ടത് ഇവിടെ റെഡിയാവും. അപ്പോൾ നമ്മുടെ മീൻകറിയൊക്കെ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തുറന്ന് കൊണ്ട് നോക്കാം. മീൻകറി എല്ലാം നല്ലപോലെ ഒന്ന് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അവസാന ചേരുവയായിട്ട് ഒരു തന്നെ കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ചേർത്ത് തീയൊക്കെ അങ്ങോട്ട് ഓഫ് ചെയ്ത് മീൻകറിയൊക്കെ അങ്ങോട്ട് ഇറക്കി മാറ്റി വെക്കാം. കറിവേപ്പിലയൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇറക്കി കൊണ്ട് കൊടുക്കാം. എന്നിട്ട് തീയൊക്കെ ഇങ്ങോട്ട് ഓഫ് ചെയ്ത് മാറ്റി വെക്കണം. പിന്നെ ചട്ടിയുടെ ചോടത്ത് ഒന്നുകൂടെ ഒന്ന് കുറുകി വന്നു. നമുക്ക് ഇതിൻ്റെ ചാറൊക്കെ തേച്ച് നോക്കാം. ഉപ്പും പുളിയൊക്കെ കറക്റ്റ് പരിവാണ്. ഇത് നമുക്ക് തീയൊക്കെ അങ്ങോട്ട് ഓഫ് ചെയ്ത് മാറ്റി കൊണ്ട് വെക്കണം. മാറ്റി വെച്ച് തണുത്ത് ഉപ്പും പുളിയൊക്കെ ആ കഷ്ണത്തെല്ലാം നമുക്ക് പിടിക്കട്ടെ. ചാറ് നല്ല പൊളി സാധനമാണ്. ഇനി കഷ്ണത്തെലയുടെ ഉപ്പും പുളിയും കൂടെ കയറണം. അന്നേരം നമ്മുടെ ചൂര മുളകിട്ട് നല്ലപോലെ തണുത്ത് നല്ല റെഡി ആയിട്ടിരിക്കുകയാണ്. ഇനി ഇവനെ കൂട്ടി നമ്മുടെ ചോറ് അങ്ങോട്ട് കഴിക്കണം.